ചേട്ടന്റെ സ്ഥലം എവിടെ? ഞാനങ്ങ് ഇടുക്കി കുമളിയിലാ. പേരെന്താ? ഞാൻ പ്രദീപ്. ചേട്ടാ ഈ 5 തെങ്ങുമലും കയറണം കേട്ടോ. നല്ല ഉയരാണല്ലോ. ആ ഉയരൊക്കെ ഉണ്ട്. കാശ് 500 ആവട്ടാ. അത് കുഴപ്പമില്ല ചേട്ടാ. പണി കഴിഞ്ഞാലേ ഭാര്യന്റെ അടുത്ത് കാശ് മേടിച്ചാൽ മതി. എനിക്കൊന്ന് പുറത്ത് പോകണം കേട്ടോ. അതൊക്കെ ഞാൻ മേടിച്ചോളാം. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല. തെങ്ങിനൊക്കെ ഭയങ്കര വലുപ്പാ. ഇവിടെ ആരുമില്ലേ? ആ തെങ്ങേറ്റം കഴിഞ്ഞോ? ആ പോലീസ് കിഷോർ സാറിന്റെ വീട് എവിടെയാ? ഇത് 500. ഇതെന്തിനാ ചേട്ടാ? 500 രൂപയുള്ളൂ, ഇത് കൂടുതൽ തരാൻ പറ്റില്ല. ഈ വീട്ടില് പറഞ്ഞവർക്കൊക്കെ 500 റുപ്യ. ചേച്ചിയെ പണി കഴിഞ്ഞു. താനാരാ? ഞാൻ പ്രദീപ്. നാളികേരിട്ട് കഴിഞ്ഞു. ചേട്ടാ നാളെ ഇട്ടെന്റെ പൈസ ഞാൻ തന്നൂലോ. ഇനി ഏത് പൈസയാ? ആർക്ക് പൈസ കൊടുത്തു? ഞാൻ ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ. അതൊന്നും എനിക്കറിയില്ല. നാളെ ഇട്ടെന്റെ പൈസ ഒരാളിപ്പോ മേടിച്ചോണ്ടിട്ടുള്ളൂ. കളിക്കാതെ കാശെടുത്തേ, എനിക്ക് വേറെ പണിയുണ്ട്. ചേട്ടൻ എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? ഞാൻ പറഞ്ഞതല്ലേ പൈസ കൊടുത്തുന്ന്. വെറുതെ എന്റെ സമയം മെനക്കെടുത്തിട്ടൊന്ന് പോയേ. ഓഫ്, ഇന്ന് ആരെയാണാവോ കണി കണ്ടത്? അല്ല അപ്പൊ ആദ്യം ഞാൻ ആർക്കാ പൈസ കൊടുത്ത? ഓരോ അലവലാദികള് പണിയും കഴിഞ്ഞിട്ട് പൈസയും തരില്ല. എന്താ ചേട്ടാ ചൂടിലാണല്ലോ. ഇടോ, പണി കഴിഞ്ഞ പൈസ എടുക്കണോ? ഹൈ, പൈസ തന്നില്ലേ? ഞാൻ ഭാര്യന്റെ അടുത്ത് കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. തന്റെ പെണ്ണുമ്പിള്ളേ ചെവിട്ടില് 2 കുന്താണം വെച്ചിട്ടേ വേറെ ആർക്കോ കാശ് എടുത്ത് കൊടുത്തു. കളിക്കാതെ പൈസ എടുക്കണോ? ഓ, സുമിത്രേനെ കൊണ്ടും ഇയർഫോണിനെ കൊണ്ടും ഞാൻ തോറ്റു. ഇങ്ങനെ പോയാൽ ഞാൻ കുത്തുവാള എടുക്കേണ്ടി വരും. അടുത്ത പ്രാവശ്യം വിളിക്കട്ടാ, കാണിച്ചു തരാം. ഇന്ന് അവളെ ഞാൻ ശരിയാക്കുന്നുണ്ട്. നീ എന്ത് കോപ്പ കാണിച്ചത്? ആ നാളികേരട്ട പൈസ ഞാൻ കൊടുക്കാൻ പറഞ്ഞല്ലേ, എന്നിട്ട് നീ വേറെ ആർക്കും കൊടുത്ത് പൈസ എടുത്തു കൊടുത്തൂലേ? ആ പൈസക്ക് ഞാൻ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓലക്ക, എന്റെ 500 പകരേ 1000 പോയത്. അതെങ്ങനെ 24 മണിക്കൂർ ഈ സാധനം ചുവട്ടിൽ വെച്ചിരുന്നാ പിന്നെ വല്ല ബോധം ഉണ്ടോ? തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടു.